ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നതാണ് കേട്ടോ. ഇന്ന് മോന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിയാണ് കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പുട്ടും മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മീൻ മുളകിട്ട കറിയാണ്. സിയ ഇവിടെ ഉണ്ട് കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, സിയ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അവൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മീനുകളൊക്കെ കഴിക്കാനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്ന് മാന്തൽ മീൻ മുളകിട്ടതും പുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ എനിക്കെന്ന് എന്തോ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തരാണെന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ദിവസം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. ചില അനുഭവങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു പാഠമായിരിക്കുമല്ലോ. നമ്മൾ മനുഷ്യന്മാർ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ മറ്റ് എഡ്യൂക്കേഷൻ ലെവലിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജീവിതം ആകുന്ന പാഠപുസ്തകത്തിൽ എന്നും നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ് അല്ലേ. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കും. അപ്പം ഇന്ന് എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ ദിവസമായിരുന്നു രാവിലെ തന്നെ. അനുഭവം എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ഥാനം കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം ഒരു ഡിസോർഡറാണ്. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കുറേ വിഡ്ഢിത്തങ്ങൾ ചെയ്യാണ് ഞാൻ കേട്ടോ. പലതും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സൊരിടത്തും കയ്യൊരിടത്തുമാണ്. ഞാൻ ചെയ്യുന്ന എന്തോ മനസ്സ് വേറെ ഒരു സ്ഥലത്തും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്ക്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണ്. പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ദിവസം എൻ്റെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും മാഞ്ഞു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതിന് എനിക്ക് തക്കതായ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറക്കരുത്. എനിക്കിതൊരു പാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളാരെയും ഒരുപാട് നമുക്ക് അവരുണ്ടാവും, അല്ലെങ്കിൽ അവർ നമുക്ക് അവരെ മനസ്സിൽ ഭയങ്കര സ്ഥാനം ഉണ്ടെന്നൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹർട്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഭയങ്കര ആഘാതമായിരിക്കും നമുക്ക്. നമ്മൾ മനുഷ്യന്മാർക്ക് പൊതുവേ ഒരു സ്വഭാവമുള്ളത്, ചിലർക്ക് ഒരു സ്വഭാവമുള്ളത്, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് പറയാതിരിക്കുകയാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം കേട്ടോ. ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്നല്ലേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ക്ഷമിക്കാനായിട്ട് പഠിക്കുക, കുറേയൊക്കെ ക്ഷമ പഠിക്കണം. അങ്ങനെയാണ് ഇന്ന് എൻ്റെ പാഠം അതായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനിന്ന് പഠിച്ച പാഠാട്ടോ ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ആദ്യ കാലത്തൊക്കെ ഞാൻ നല്ലോണം ഡയറി എഴുതിയിരുന്നു കേട്ടോ. എന്നും ഡയറി ചെയ്ത് വരുന്നു, എല്ലാ ദിവസങ്ങളിലും ഡയറി ചെയ്ത് വരുന്നു. ഞാനിപ്പോൾ അത് കമ്പയർ ചെയ്ത് പറയാൻ കാരണം, ഇപ്പം എനിക്കൊരു ഡയറി എഴുതുന്ന പോലെയാണ് എൻ്റെ വ്ളോഗ്സ്. ചില കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നായിരുന്നു എന്നൊക്കെ അറിയാൻ ഞാൻ എൻ്റെ വ്ളോഗുകൾ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പണ്ട് കാലത്ത് ഞാൻ ഡയറി ചെയ്തിരുന്ന പോലെ ഒരുപാട് വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡയറി ചെയ്തിരുന്നു കേട്ടോ. ഡയറി ചെയ്തിരുന്നത് തമിഴിലാണ്. അതായത് തമിഴ് എല്ലാവർക്കും വായിക്കാൻ അറിയാത്ത ഭാഷയൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ എടുത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ വായിക്കാൻ പറ്റരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ തമിഴിലാണ് കേട്ടോ ഡയറി എഴുതിയിരുന്നത്. പിന്നെ ആ ശീലം നിർത്തി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറി എഴുതുന്നതിന് പകരം ചെയ്യുന്നൊരു സംഭവം പോലെയാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഞാനിന്ന് പഠിച്ച പാഠം, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനിന്ന് പഠിച്ച പാഠം ഞാൻ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം. അങ്ങനെയല്ലേ നമ്മൾ ഒരാളെയും നമുക്കെന്നും അവരുണ്ടാവും. അവരെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടെന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ വെക്കാൻ പാടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ആഘാതമായിരിക്കും കേട്ടോ. എനിക്കങ്ങനെയാണ് പൊതുവേ. ഞാൻ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇവിടെ കാക്കിയും ഞാനും പിണങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായി. പക്ഷേ ഇതുവരെ ഒരു ദിവസം, അതായത് 24 hours തികച്ച് ഞങ്ങൾ രണ്ടാളും മിണ്ടാതിരുന്നിട്ടില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും, എല്ലാ ഫാമിലി ലൈഫിലും ഉണ്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അത് പറഞ്ഞ് തീർത്ത് നല്ല രീതിക്ക് പോവാന്നല്ലാതെ ഞങ്ങൾ മിണ്ടാതിരിക്കണ പരിപാടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരിട്ടും അങ്ങനെ സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ശത്രുക്കളെ പോലെ അങ്ങനെ പെരുമാറിയിട്ട് നടക്കുമല്ലോ ചിലർ, ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ, നമുക്ക് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നമ്മളെ അടുത്ത ബന്ധുക്കളും വേറുള്ളവരൊക്കെ ആകുമ്പോൾ, നമ്മളെ പാരൻസ്, നമ്മളെ ബ്രദേഴ്സ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധങ്ങളുണ്ടല്ലോ, നമ്മളെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ വരുന്നവർ, അങ്ങനത്തെവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണെങ്കിൽ ഞാൻ അവരോടൊന്നും പറയൂല. ഞാൻ നൈസായിട്ട് ആ ഒരു റിലേഷനിൽ നിന്ന് ഞാൻ മെല്ലെ സ്കൂട്ടാവും. അങ്ങനത്തെ ഒരു സ്വഭാവമാട്ടോ എനിക്ക്. മാഷാ അല്ലാ, അവിടെ മുനീർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഞാൻ എന്നിട്ട് അങ്ങനെ പിണങ്ങി നിൽക്കാനൊന്നും അവർക്ക് സാധിക്കൂല കേട്ടോ. അങ്ങനെ ശീലിച്ച് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ ഭയങ്കര ഹർട്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ എനിക്കൊരു വേണ്ടപ്പെട്ട ആളെന്ന് ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. പക്ഷേ ഭയങ്കര വിഷമമായി എനിക്ക് എന്നെ സംബന്ധിച്ച് നമുക്കൊരു മോറൽ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം കേട്ടോ. വേറെ ഒന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് അവരുണ്ടാവും എന്നുള്ളൊരു നമ്മളെ മനസ്സിലൊരു ഇതുണ്ടല്ലോ, അത് ഒരു ധാരണ. നമുക്ക് ചില ആൾക്കാരെ പറ്റി, ഓരോരുത്തരെ പറ്റി ഓരോ ധാരണ ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇക്കാനെ പറ്റിയുള്ള എൻ്റെ ധാരണയും എൻ്റെ അഭിപ്രായവും ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എല്ലാ ആൾക്കാരെ പറ്റിയും നമുക്ക് ഓരോ ധാരണ ഉണ്ടല്ലോ. ആ ഒരു ധാരണ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ധാരണ നമ്മൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടല്ലോ ഉണ്ടാവണേ, അത് ഭയങ്കര സംഭവമാണ്. അത് എന്താ പറയുക, നമ്മൾ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് സമാണെന്ന് ഞാൻ പറയട്ടോ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അതാ ഞാനിപ്പോൾ ഇതിൽ പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ ഡയറി എഴുതുന്നതിന് ബദൽക്ക് അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്ന പോലെ പറയാൻ കേട്ടോ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ, നമ്മൾ ചില ആൾക്കാരെ പറ്റി നമ്മളെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവില്ല അവരെ പറ്റി, അത് പാടെ വ്യത്യാസമായിരിക്കും കേട്ടോ. ചില ആൾക്കാർ ഭയങ്കര ഭയങ്കര കർക്കശക്കാരാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അവർ പാവങ്ങളായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര അല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർ ഭയങ്കര ഡേഞ്ചറും ആയിരിക്കും. അങ്ങനെയൊക്കെ പല ടൈപ്പ് ആൾക്കാരാണ് അല്ലേ. പിന്നെ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ തരുന്നൊരു പട്ടാണ് ഭയങ്കര തൻ്റേടിയാണ് എന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ തൻ്റേടി എന്ന് പറഞ്ഞ ആ ഒരു പട്ടം നമുക്ക് തരുന്ന ഒരു നല്ല അംഗീകാരമാണോ അതോ ചീത്ത അംഗീകാരമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചില സമയത്ത് തൻ്റേടിയാണ്, അവളൊരു നല്ല തൻ്റേടിയായിട്ടുള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു അംഗീകാരമാണ്. ചില സമയത്ത് ആ തൻ്റേടം കാണിക്കുന്ന സ്വഭാവം തന്നെ നമുക്ക് പിന്നെ പാരായി വരാറുണ്ട്. അപ്പോൾ ഇതാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് പുട്ടും മീൻ കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടിനൊന്ന് ഉതിർത്തി വെക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിഡ്ഢിത്താണ് അത് കേട്ടോ. വിഡ്ഢിത്തന്നല്ല, അബദ്ധമാണ്. സാധാരണ ഞാൻ ആദ്യം പുട്ടിന് ഉതിർത്ത ചെയ്യുക, എന്നിട്ട് കറി ഉണ്ടാക്കുക ചെയ്യുക. നിങ്ങളെൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. പക്ഷെ ഞാൻ ആ പുട്ടിന് ഉതിർത്തി വെക്കണം എന്നുള്ള കാര്യം മറന്നേ പോയി. ഇപ്പോൾ ഓർത്തുട്ടാ. അപ്പോൾ കറി അതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഓർത്തു, എന്തപ്പോൾ ഇന്ന് ദിക്ക് കടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ പുട്ടിന് ഉതിർത്തി വെക്കാനായിട്ട് പോകാൻ കേട്ടോ. കുറച്ച് സമയം വെച്ചതിന് ശേഷം വന്നിട്ട് വാരിയിടാന്ന് വിചാരിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്ന് വൈകിട്ടുണ്ട് കിച്ചണിക്ക് ഇറങ്ങാനായിട്ട്. പക്ഷെ ഇന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു കേട്ടോ. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു. കൂവ പറിച്ചു കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ്. അപ്പോൾ അത് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ മില്ലില്ല. അപ്പോൾ നാളെ ഇറക്കാൻ കൊടുക്കാമെന്ന് കരുതിയിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഞാനും കൂടെ അതൊക്കെ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് കുറേ അബദ്ധവും ചെയ്തു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവും അല്ലേ, അതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ഈ ദിവസം കടന്നു പോകും. പഴയ പോലെ തന്നെ ആവും, നോർമൽ ലൈഫ് തന്നെ ആവും. ഒക്കെ നമ്മൾ മറക്കാനുള്ളൊരു കഴിവ് നമുക്ക് പടച്ചോനെ അനുഗ്രഹിച്ച് തന്നതല്ലേ. മറവി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ പല സ്ഥലത്തും നമ്മൾ അട്ടർ ഫ്ലോപ്പായി പോയേനെ. ഏതായാലും പുട്ടുക്കുള്ള തേങ്ങ പൊളിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ആദ്യം പൊളിച്ച തേങ്ങ ഈ പറഞ്ഞ പോലെ ഫ്ലോപ്പായിരുന്നു, കേടായിരുന്നു കേട്ടോ. അകത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ കേടായിരുന്നു. പിന്നെ രണ്ടാമത് വേറെ തേങ്ങ പൊളിച്ചെടുത്തിട്ടാ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, പഠിച്ച റബ്ബേ ഇന്നത്തെ ദിവസം എൻ്റെത് പറ്റ പോക്കാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടാ. അതാ കേടായിരുന്നു കേട്ടോ തേങ്ങ. അപ്പോൾ പിന്നെ വേറെ ഫ്രഷായിട്ട് തേങ്ങ പൊളിച്ചിട്ടെടുത്ത് വന്നു. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു. ഇനി കുറച്ച് അലക്കാനിടാനൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോഴും വീണ്ടും അബദ്ധം തന്നെ കേട്ടാ. ഞാൻ സുബഹ് കഴിഞ്ഞ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് അലക്കാട്ടിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത് ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അലക്കാടാൻ വേണ്ടിയിട്ട് അകത്തുള്ളതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ഞാൻ അലക്കാട്ടു. ഞാൻ ഈ അലക്കി വെച്ച ബെഡ്ഷീറ്റ് തിരയുകയാണ് ഞാൻ. ഈ വീട്ടിൽ ഇനി തിരയാൻ ഒരു സ്ഥലം ബാക്കിയില്ല, എവിടെ വെച്ചു എന്നൊരു ഊഹമില്ല കേട്ടാ. പിന്നെ ഈ അലക്കട്ട ട്രിപ്പ് കഴിഞ്ഞ് അലാറം വന്നപ്പോൾ എടുത്തപ്പോൾ എന്താ ചെയ്തത്, ഞാൻ ആ അലക്കി ഉണങ്ങി കിടക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ മേലെ കൂടിയാണ് ഞാൻ വീണ്ടും കൊണ്ടുപോയിട്ട് അലക്കിയിരുന്നത്. അത്ര എന്താ പറയുക, അത്ര ഡിസോർഡർ ആയിരുന്നു ഞാൻ. അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതെന്ന്, എനിക്ക് കുറേ വിഡ്ഢിത്തങ്ങൾ ചെയ്ത ദിവസമാണെന്ന്. അങ്ങനെ ഉച്ച വരെ വിഡ്ഢിത്തങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ ശരിയായി. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നത്, ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ. ചില സമയം അങ്ങനെയാണല്ലേ. പിന്നെ മനുഷ്യന്മാരെ കാര്യമല്ലേ, ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കൊടുത്ത പിക്ചറേ ആവില്ല ചില ആൾക്കാർക്ക്. പാവങ്ങളായിരിക്കും. നമ്മൾ ഭയങ്കര ഒരു ഭീകരനൊക്കെ ആയിട്ടൊക്കെ കാണും ചില ആൾക്കാർ ഭയങ്കര പാവമായിട്ട് തോന്നും. അവർ ഭയങ്കര പോയ്സണസ് വയ്ക്കാറും, ഭയങ്കര നമ്മൾ എന്താ പറയുക, ഭയങ്കര ഡേഞ്ചറായിരിക്കും. അങ്ങനെയൊക്കെ പല ടൈപ്പും ഉണ്ട്. ഏതായാലും മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഏതായാലും പഠിച്ചവൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം തന്നെയാണ് പഠിച്ചവൻ്റെ സൃഷ്ടിയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം പറയുന്ന കാര്യമാണ്, അതും ഇപ്പം ഒന്ന് ഡിസോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യാനവർ മറക്കാതിരിക്കുക കേട്ടോ. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഗിവ് വിന്നറെ കണ്ടെത്തണം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചൺ പ്രോഡക്റ്റാണ് ഗിവ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന്. ഓരോ ആഴ്ചയിലും ഒരു കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വരും, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കൊടുക്കണം കേട്ടോ. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ ഞാനത് ഗിവ് വിന്നറെ 2 ആളെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അറിയിക്കാം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറ്റിപ്പാല നമ്മുടെ ടൗണാണ് കേട്ടത്. എൻ്റെ വ്യൂവേഴ്സ് പലരും കുറ്റിപ്പാല ഈ പരിസരമൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, തിരൂരിൻ്റെയും കോട്ടക്കലിൻ്റെയും ഇടയിലുള്ളൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാക്കാൻ്റെ കസിന് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ഇത് വറുത്ത കടികളും ചായയും അൺലിമിറ്റഡ് നെയ്ച്ചോറും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ നാളെ 3 മണിക്കാണ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറ്റിപ്പാല വളവിൻ്റെ വലത്തെ സൈഡിലാണ്. ഇവിടുന്ന് പോകുമ്പോൾ വളവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്താണ് കേട്ടോ ഷോപ്പുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. എല്ലാവരും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം, ഒരു വ്ളോഗായിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.